ഓം നമോ നാരായണായ. 30 വർഷങ്ങൾക്ക് ശേഷം ശനി നൽകും കേന്ദ്ര ത്രികോണ രാജയോഗം, മറഞ്ഞുനിന്ന സൗഭാഗ്യം വെളിച്ചത്തേക്ക്. ഇവർക്കിനി സുവർണകാലം. ജ്യോതിശാസ്ത്രം അനുസരിച്ച് ഗ്രഹങ്ങൾ നിശ്ചിത കാലത്തിനു ശേഷം സംക്രമണം ചെയ്ത് ശുഭയോഗങ്ങളും രാജയോഗങ്ങളും നൽകും. അത്തരം രാജയോഗങ്ങളുടെ പ്രഭാവം ജനജീവിതത്തിൽ വ്യക്തമായി പ്രതിഫലിക്കും. കർമ്മഫലദാതാവായ ശനിയാൽ 30 വർഷത്തിനു ശേഷം രാജയോഗം രൂപപ്പെട്ടിരുന്നു. അതിനാൽ കേന്ദ്ര ത്രികോണ രാജയോഗവും രൂപപ്പെട്ടിരിക്കുകയാണ്. ഈ രാജയോഗത്തിന്റെ പ്രഭാവം എല്ലാ രാശികളിൽ ജനിച്ച ആളുകളുടെയും ജീവിതത്തിൽ അനുഭവപ്പെടും. എന്നാൽ 3 രാശികൾക്ക് പ്രത്യേകിച്ച് ശനി നൽകും കേന്ദ്ര ത്രികോണ രാജയോഗത്തിന്റെ നേട്ടങ്ങൾ ലഭ്യമാകും. ആ രാശികൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ആദ്യത്തെ രാശി കന്യയാണ്. കന്നി രാശിയിൽ ജനിച്ച ആളുകൾക്ക് കേന്ദ്ര ത്രികോണ രാജയോഗം ലാഭപ്രദമാകും. കാരണം ശനി ഈ രാശിയുടെ 7ാമത്തെ ഭാവത്തിലാണ് സംക്രമണം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കാലയളവിൽ വിവാഹിതരായവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അനുഭവപ്പെടും. അവിവാഹിതരായവർക്ക് നല്ല വിവാഹാലോചനകൾ വന്നുചേരും. കരിയറിലും ബിസിനസ്സിലും ഇതുവരെ അനുഭവപ്പെട്ടിരുന്ന പ്രശ്നങ്ങൾ അവസാനിക്കും. വരുമാനം വർദ്ധിക്കുകയും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യും. കൂടാതെ പുതിയ ആളുകളുമായി ബന്ധം സ്ഥാപിക്കാനും അത്തരം ബന്ധങ്ങളിലൂടെ നേട്ടമുണ്ടാക്കാനും കഴിയും. ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനും ശമ്പളവർദ്ധനവിനും സാധ്യതയുണ്ട്. അടുത്തത് മിഥുനം. കേന്ദ്ര ത്രികോണ രാജയോഗത്താൽ മിഥുനം രാശിയിൽ ജനിച്ച ആളുകൾക്ക് ശുഭയോഗങ്ങൾ ലഭിക്കും. കാരണം ശനിദേവൻ ഈ രാശിയുടെ 9ാമത്തെ ഭാവത്തിലാണ് സംക്രമണം ചെയ്യുന്നത്. അതുകൊണ്ട് 2025 മാർച്ച് വരെ ഇവർക്ക് ഭാഗ്യത്തിന്റെ പൂർണ്ണ പിന്തുണ ലഭ്യമാകും. പൂർത്തിയാക്കാതിരുന്ന ജോലികൾ പൂർത്തീകരിക്കാൻ കഴിയും. ധനവും സമ്പത്തും ലാഭവും നേടുന്ന ഒരു കാലം കൂടിയാണിത്. ഈ കാലയളവിൽ ചെയ്യുന്ന നിക്ഷേപങ്ങളിലൂടെ ഭാവിയിൽ ലാഭം തേടിയെത്തും. സ്വദേശത്തും വിദേശത്തുമായി യാത്രകൾ ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടാകുന്ന സമയം കൂടിയാണിത്. മത്സരപരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിജയമുണ്ടാകും. 3ാമത്തെ രാശി മേടം. മേടം രാശിയിൽ ജനിച്ച ആളുകൾക്കും ശനി നൽകുന്ന കേന്ദ്ര ത്രികോണ രാജയോഗം ലാഭപ്രദമായിരിക്കും. കാരണം ശനിദേവൻ ഈ രാശിയുടെ വരുമാനം, ലാഭം എന്നിവയുമായി ബന്ധപ്പെട്ട ഭാവത്തിലാണ് സംക്രമണം നടത്തുന്നത്. അതുകൊണ്ട് ഈ കാലയളവിൽ വരുമാനത്തിൽ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ വരുമാന ശ്രേയാതസ്സുകൾ ഉണ്ടായെന്നും വരാം. കരിയറിലും ബിസിനസ്സിലും അനുഭവപ്പെട്ടിരുന്ന പ്രശ്നങ്ങൾ ഈ കാലയളവിൽ അവസാനിക്കും. മാത്രമല്ല ഈ സമയത്ത് നിക്ഷേപങ്ങളിൽ നിന്നും ലാഭമുണ്ടാകും. ഉദ്യോഗസ്ഥരായവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും. ഈ സമയത്ത് നടത്തുന്ന നിക്ഷേപങ്ങളിൽ നിന്ന് ഭാവിയിൽ ലാഭമുണ്ടാകും. മൊത്തത്തിൽ ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും.